ഹലോ ഗൈസ്, ഞാനും അമ്മയും കൂടി ഇന്ന് നമ്മുടെ മൂത്താരികാവ് അമ്പലത്തിൽ പോവുകയാണ്. നമ്മൾ ഏകദേശം അമ്പലത്തിൽ പോയിട്ട് ഒരു മാസത്തോളം എന്തായാലും ആയിട്ടുണ്ട്. ഓണത്തിനാണ് ലാസ്റ്റ് ആയിട്ട് പോയത്. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണ ജയന്തി വന്നു. അതിനൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബർത്ത്ഡേക്ക് പോലും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നമ്മുടെ ഫാമിലിയിൽ അച്ഛൻ്റെ തറവാട്ടിലെ ഒരമ്മമ്മ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും 16 കഴിഞ്ഞാലുള്ള അമ്പലത്തിൽ പോകാൻ പറ്റുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ ഇന്നാണ് അമ്പലത്തിലേക്ക് വരുന്നത്, ഞാനും അമ്മയും കൂടി. നമ്മൾ അമ്പലത്തിലെത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു 7:45 കഴിഞ്ഞിട്ടുണ്ട്. അമ്പലത്തിലെത്തിയ കാണുന്നത് ആ 2 നായ്ക്കളുണ്ടാവും എപ്പോഴും ആ സ്റ്റെപ്പുമേ. നമ്മളെ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻകാവ് പോയി കഴിഞ്ഞിട്ടുണ്ടാവില്ലേ നായ്ക്കൾ, അതിൻ്റെ ഉള്ളിൽ കൂടെ അതേമാതിരിയാണ്. പക്ഷേ ഇത് ഉള്ളിലൊന്നും കയറില്ല, പുറത്ത് എപ്പോഴും ആ സ്റ്റെപ്പുമേ കിടക്കുന്നുണ്ടാവും. അങ്ങനെ അവരൊക്കെ കണ്ടിട്ട് ഞാനും അമ്മയും വേഗം തൊഴുകാൻ കയറിയിട്ടുണ്ട്. പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുന്നേ നമ്മൾ തൊഴുത് വലത്തിട്ട് വരാറിഞ്ഞിട്ട് ഞാനും അമ്മ പെട്ടെന്ന് തൊഴുത് വലത്തിടുകയാണ്. ഞാനും അമ്മ തൊഴുത് വന്നപ്പോഴേക്ക് പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പൂജ ഇവിടെ 8 മണിക്ക് തുടങ്ങും. 8:30 പൂജ കഴിയും. എന്നിട്ട് 9 മണിക്ക് അമ്പലം അടയ്ക്കും. അങ്ങനെയാണ് ഇവിടെ. ഗണപതിൻ്റെ അടുത്ത് പൂജ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ പൂവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നേരെയൊക്കെ ഇരുന്നിക്കുകയാണ്. ഞാനും വേറൊരു അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. അമ്മയെല്ലാം കൊണ്ട് ഇന്ന് കുറച്ച് എനിക്ക് വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അമ്പലത്തിൽ നിന്ന് ഒരു കുട്ടി സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. വേറെ ആരെയല്ല, ജുവലാണ്. ജുവലിനെ കൃഷ്ണ ജയന്തി വ്ളോഗ് കണ്ടവർക്കറിയാം, അതിൽ ഉണ്ട് ജുവൽ. എന്തായാലും നമ്മൾ വ്ളോഗ് എടുക്കുകയാണ്. നമ്മുടെ വ്ളോഗൊക്കെ കാണാറുണ്ട് പറഞ്ഞു. പിന്നെ അവളെ അതിൽ കാണുമ്പോൾ അവൾക്കൊരു സന്തോഷം. അതുകൊണ്ട് കുറേ നേരം ചിലപ്പം വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ടാളെയും വർത്താനൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പൂജ ലാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേദ്യം പൂജിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് കൊണ്ടൊക്കെയാണ്. ഇന്നത്തെ എൻ്റെ ക്യാമറമാൻ അമ്മയായിരുന്നു. അതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് ചന്ദനം കിട്ടി. അമ്പലത്തിലൊരു വലിയ മിററുണ്ട്, അതിൽ നോക്കി ചന്ദനമൊക്കെ ഇട്ട് ഞാനും അമ്മയും കുറച്ച് വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഇന്ന് നാഗപൂജ ഉണ്ട്, വെള്ളിയാഴ്ച ആയതുകൊണ്ട്. അങ്ങനെ അതിൽ നിന്ന് പിന്നെ നമുക്ക് അവിടുത്തെ ചന്ദനം കിട്ടി. ആ മഞ്ഞ കളറുള്ള കുറിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും പൂവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാ പൂജയും കഴിഞ്ഞിട്ടാട്ടോ വന്നത്. അതുകൊണ്ട് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പായസം വാങ്ങാൻ പോയി നിൽക്കുകയാണ്. നമുക്ക് കവറിലാണ് ഇന്ന് പായസമാക്കി തന്നിട്ടുള്ളത്. ഞാൻ ഇടയ്ക്കേ ഉള്ളൂ വാങ്ങാറ്. ഇന്ന് പിന്നെ അമ്മ ഉണ്ട്, അതുകൊണ്ട് അമ്മയ്ക്കും വാങ്ങി. കവറിൽ തന്നാലും പിന്നെ നമുക്ക് കുറച്ച് ഇലയിൽ കഴിക്കാൻ തന്നിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം, നമ്മുടെ തെങ്കരപ്പൂരാവാനായിട്ടുണ്ട്. ഇപ്രാവശ്യം നവംബർ 28-നാണ് വരുന്നത്. അപ്പോൾ തെങ്കരക്കാരെല്ലാവരും ഇനി അതിനായുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.